സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ ഫസ്റ്റ് ലിങ്ക് ഒരു ഫോം ആയിരിക്കും. ആ ഫോമിൽ നിങ്ങളുടെ പേര് നമ്പർ എൻ്റർ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങളുടെ ഓരോ 100 സബ്സ്ക്രൈബറിൽ നിന്നും ഒരാളെ വിജയിയെ തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ ഫ്രീ എൻട്രി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളായിരിക്കാം അടുത്ത വിജയി. അതുകൊണ്ട് പേരും നമ്പറും എഴുതിയിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ അതിനുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം ഗോൾഡ് പ്രൈസ് ആണ്. സർവകാല റെക്കോർഡിലേക്കാണ് ഗോൾഡ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2141 US$ആണ് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് ഹൈ വന്നിരിക്കുന്നത്. ഇന്ത്യൻ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1 ഗ്രാമിന് 6140 രൂപയാണ് ഇന്നത്തെ പ്രൈസ്. അതായത് ഒരു പവൻ സ്വർണത്തിന് 51,540 രൂപയാണ്. ഇതിൻ്റെ കൂടെ ആഭരണങ്ങളാകുമ്പോൾ പണിക്കൂലി കൂടി കയറി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ജ്വല്ലറി വാങ്ങുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നോർമലി പ്രൈസ് ഹൈ വരുമ്പോൾ നമ്മൾ വിറ്റൊഴിഞ്ഞിട്ട് പിന്നീട് പ്രൈസ് താഴോട്ട് വരുമ്പം വീണ്ടും വാങ്ങിക്കുക എന്നുള്ളതാണ് സാധാരണ രീതി. പക്ഷേ ഒരു 45,000 45,000 രൂപയൊക്കെ പ്രൈസ് വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് അവരൊക്കെ ഗോൾഡ് വിറ്റിട്ട് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കാത്തിരുന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും വില കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ ഇനിയിപ്പോൾ ഉള്ള 51,000 നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് വിറ്റൊഴിവായിട്ട് താഴെ പോയിട്ട് വീണ്ടും വാങ്ങിക്കുക. ഒരു 2,000-3,000 രൂപ താഴെ പോയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഗോൾഡിൻ്റെ മറ്റ് പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. 2006 വരെ അത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. അതിന് 2007 മുതൽ ഈ 2024 വരെയും ഇപ്പോഴും ചൈനയാണ് ഈ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്ന സ്വർണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. 2023 370 മെട്രിക് ടൺ ഗോൾഡാണ് ചൈന പ്രൊഡ്യൂസ് ചെയ്തത്. ആദ്യത്തെ ഈ ഗോൾഡ് പ്രൊഡ്യൂസറിൻ്റെ ആദ്യത്തെ 20 കൺട്രീസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യയുടെ പേര് എവിടെയും കാണാൻ സാധിക്കില്ല. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, ഗോൾഡ് കൺസ്യൂമറിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ഇന്ത്യയാണ് ഏറ്റവും ആദ്യത്തിൽ നിൽക്കുന്നത്. 2023 825 മെട്രിക് ടൺ ഗോൾഡാണ് ഇന്ത്യ വാങ്ങിച്ചു കൂട്ടിയത്. ഇതിൽ പ്രധാനമായിട്ടും പോകുന്നത് സ്വർണ്ണ ആഭരണങ്ങൾ നിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ്. ഇത് ഏറ്റവും വലിയ പ്രൊഡ്യൂസറായ ചൈന വാങ്ങിയിരിക്കുന്നത് 774 മെട്രിക് ടൺ മാത്രമാണ് 2023. പക്ഷെ അതിനേക്കാൾ മുകളിലാണ് ഇന്ത്യയുടെ ബൈയിങ് പവർ. എന്തായാലും ഇതിൽ ഏതൊരു രാജ്യമായാലും സ്വർണം വാങ്ങിക്കുന്നത് ഏറ്റവും വലിയ ബയർ എന്ന് പറയുന്നത് ആ രാജ്യത്തെ സെൻട്രൽ ബാങ്കാണ്. അവരാണ് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിക്കുന്നത്. അതൊരു നിക്ഷേപമായിട്ട് വാങ്ങിക്കുന്നതാണ്. ഇന്ത്യയിൽ പക്ഷേ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ഓർണമെൻറ്റ്സ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. എന്താ പറയുക, ദീർഘകാലം നിലനിൽക്കുന്നത് കൊണ്ടും വിലയിൽ അത്രയും മൂല്യമുള്ളതുകൊണ്ടും എല്ലാവരും സ്വർണ്ണമാണ് ആഭരണങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് സെൻട്രൽ ബാങ്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോ രാജ്യത്തും അവരുടെ സെൻട്രൽ ബാങ്ക് തന്നെയാണ് ഗോൾഡ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ടർ, ആ ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ആദ്യത്തെ 20 കൺട്രീസിൻ്റെ ലിസ്റ്റിൽ ഇന്ത്യയില്ല. പക്ഷേ സ്വർണം വാങ്ങുന്നതിൽ ആദ്യത്തെ 20 കൺട്രീസിൻ്റെ ലിസ്റ്റ് എത്ര ലിസ്റ്റ് എടുത്താലും അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, അത്രയും സ്വർണം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിനുള്ള ഒരു അപകടം എന്താണെന്ന്, ഇത്രയും സ്വർണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോകുമ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ദെൻ മറ്റ് ന്യൂസുകളിലേക്ക് പോകാം. PVR ഐനോക്സ് എന്താ പറയുക 6 സിനിമ തിയേറ്ററുകൾ ഹരിയാനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി 1732 സ്ക്രീനുകളാണ് ഈ PVRൻ്റെ കീഴിൽ വരുന്നത്. ശ്രീലങ്കയിലും ഇന്ത്യയിലുമാണ് അടങ്ങിയിട്ടുള്ള 113 ടൗണുകളിലാണ് ഇവർ സിനിമ പ്രദർശിപ്പിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു ന്യൂസാണ് PVRനെ സംബന്ധിച്ചിടത്തോളം. IT സ്റ്റോക്സിൽ ഒരു ഫോള് വന്നിട്ടുണ്ടായിരുന്നു. കാരണം CLSA എന്നുള്ള അനലിസ്റ്റ്സ് ആണത്. അവർ പറഞ്ഞ HCL, ഇൻഫോസിസ്, അതേപോലെ TCS, HCL, വിപ്രോ, ഇങ്ങനെ 5 ഭീമൻ IT കമ്പനികളുടെ എന്താ പറയുക ഗ്രോത്ത് നെഗറ്റീവ് ആയിരിക്കും എന്ന ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അതോടുകൂടി IT സ്റ്റോക്കുകൾ പടപടാന്ന് പറഞ്ഞ് താഴോട്ട് പോകാൻ തുടങ്ങി.
ഭാരത് ഹെവി എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് അവർക്കൊരു പുതിയ 800 മെഗാവാട്ട്സിൻ്റെ 2 പ്രൊജക്റ്റുകൾ ഉത്തർപ്രദേശിൽ കിട്ടിയിട്ടുണ്ട്. NTPC ആണ് ഇതിൻ്റെ കൺസൾട്ടൻസി ചെയ്യുന്നത്. NTPCക്ക് ഈ പ്രൊജക്റ്റ് കിട്ടിയിരിക്കുന്നത് ഉത്തർപ്രദേശ് വൈദ്യുതി നിഗം ലിമിറ്റഡോ അങ്ങനെ എന്തോ ഒരു കമ്പനിയിൽ നിന്നാണ്. അതായത് ഗവൺമെൻറ് പ്രൊജക്റ്റ് NTPC കൊടുത്തു, NTPC അത് ബെല്ലിന് കൊടുത്തു. എന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് NTPC, അതേപോലെ ബെല്ലിനും കൂടിയിട്ടുള്ളത്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 1000 രൂപയുടെ മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അടിപൊളി മൂവ്മെൻ്റ് ആണ് അത് കൊടുത്തത്, ഹെവി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കൊടുത്തത്. സോ അതായത് ആ മൂവ്മെൻറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ അത്രയും വലിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള കാര്യം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡയറക്ടർ ബോർഡ് അത് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിനെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ 2ആയി സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്, 2 സെപ്പറേറ്റ് കമ്പനികളാക്കി മാറ്റാൻ തീരുമാനിച്ചു. അതായത് EV ഹെവി എക്യുപ്മെൻറ്റ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഒരു ഭാഗത്തും ജാഗ്വാറിൻ്റെ ഒക്കെ അത് വേറൊരു ഭാഗത്തും, അങ്ങനെ 2 കമ്പനികളാക്കി മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് വാർത്തകൾ കാണാൻ സാധിച്ചത്. എന്തായാലും ഇത്രയാണ് ഇന്നത്തേക്കുള്ള ഒരു വാർത്തകളുടെ കളക്ഷൻ ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോകുന്നത്. ഡോ ജോൺസ് 176 പോയിന്റ്, നെസ്ഡാക്ക് 154 പോയിന്റ്, S&P 500 25 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ്. അപ്പോൾ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി റെഡിലാണ്. ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 22,461 ട്രേഡിംഗ് നടക്കുന്നത്, 22 പോയിന്റ് ഗ്രീനിലാണ്. ജപ്പാന്റെ നിക്കി 11 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് ചൈനയുടെ 433 പോയിന്റ് റെഡിലാണ്. അതായത് ഓൾ ഓവർ ദ വേൾഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കിയെല്ലാം ബെയറിഷ് ആയിട്ടാണ് ഇൻട്രാഡേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഗോൾഡ് പ്രൈസ് കയറുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ഇടിവുണ്ടാവും. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ടും പോകും. പക്ഷേ ഇവിടെ നിങ്ങൾ കരുതുന്നുണ്ട് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഗോൾഡിൻ്റെ പ്രൈസ് കയറിയത് എന്നുള്ളത്. അത് നോർമലി ഒരു സിഗ്നലായിട്ടാണ് കണക്കൂട്ടാറുള്ളത്. ഗോൾഡ് പ്രൈസ് പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. കാരണം മാർക്കറ്റിൽ നാളെ മുതൽ എങ്ങനെയാണ് ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 34 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 148 പോയിന്റിന്റെ അഥവാ 0.66% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 22,371 നിന്നും 14 പോയിന്റ് നഷ്ടത്തിൽ 22,356 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇന്നത്തെ ക്ലോസിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് അത് നമ്മളോട് പറയുന്നത്. നിഫ്റ്റി 50 50 സ്റ്റോക്കുകളിൽ ഇന്ന് 21 സ്റ്റോക്കുകൾ ലാഭത്തിലും 28 സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ടാറ്റ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ബജാജ് ഓട്ടോ, SBIN ഈ 4 കമ്പനികളാണ് പ്രധാനമായിട്ട് നിഫ്റ്റിയെ മുകളിലോട്ട് ഇന്ന് നയിച്ചിരിക്കുന്നത്. അതേസമയത്ത് ബജാജ് ഫിൻസർവീസസ്, ബജാജ് ഫിനാൻസ്, ഇൻഫി, നെസ്ലെ ഇന്ത്യ ഈ 4 കമ്പനികളാണ് നിഫ്റ്റിയെ പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്നാലും ഈ ഒരാഴ്ചത്തേക്ക് നിഫ്റ്റിയുടെ ഒരു കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 187 പോയിന്റിന്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിയിൽ 308 പോയിന്റിൻ്റെ അഥവാ 1.4% ഒരു ഗ്രോത്താണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സിൽ ഇന്ന് 3.62% കുറഞ്ഞിട്ട് 14.38 അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നാളത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ പറയാനായിട്ടില്ല. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 47,266 ഓപ്പൺ ആയിട്ട് 315 പോയിന്റ് ലാഭത്തിൽ 47,581 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 73,767 ഓപ്പണായി അവിടെ നിന്ന് 90 പോയിന്റ് നഷ്ടത്തിൽ 73,677 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 20,847 ഓപ്പൺ ചെയ്തിട്ട് 8 പോയിന്റ് ലാഭത്തിൽ 20,855 ക്ലോസ് ചെയ്തു. അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 10,995 ഓപ്പൺ ആയിട്ട് 82 പോയിന്റ് നഷ്ടത്തിൽ 10,913 ഇന്ന് ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $78.07 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ആണെങ്കിൽ ഇന്നലത്തെ നിന്നും ചാടി കയറിയിട്ടുണ്ട്. ഇന്നലെ $2,087 ആയിരുന്നു, ഇന്നത് $2,129 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $2,141 വരെയും ഹൈ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. USD INR റേറ്റ് മാറ്റമില്ലാതെ തുടരുന്നു. ഒരു $1 വില 82 രൂപ 89 പൈസയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ
ഇൻവെസ്റ്റേഴ്സ് 15,215 കോടിയുടെ ബൈങ്ങും 14,640 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 574 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 11,888 കോടിയുടെ ബൈങ്ങും 10,054 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,834 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 57 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,147 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ ഈ മാസം 9,204 കോടി രൂപയുടെ നിക്ഷേപം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 2.56% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി PSU ബാങ്ക്, ഓട്ടോ, ഫാർമ, റിയാലിറ്റി ബാങ്ക് ഇത്രയും സെക്ടറുകൾ ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് ബാങ്ക്, മെറ്റൽ, ഫിൻ സർവീസസ്, FMCG, മീഡിയ, IT ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് 1.28% ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി ബീസും IT ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് ഇന്ന് 3.96% ഉയർന്ന ലാഭം രേഖപ്പെടുത്തി. തൊട്ട് പുറകെയായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്. അതേസമയത്ത് ബജാജ് ഫിൻ സർവീസസ് 4.16% ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. വേദാന്ത ലിമിറ്റഡ്, ടാറ്റ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, PNB, TVS മോട്ടോഴ്സ്, മുത്തൂറ്റ് ഫിനാൻസ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ബാങ്ക് ഓഫ് ബറോഡ, ബജാജ് ഓട്ടോ, SBIN, ONGC, സൺ ഫാർമ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിപ്പിച്ചപ്പോൾ ബജാജ് ഫിൻ സർവീസസ്, ബജാജ് ഫിനാൻസ്, വോൾട്ടാസ്, പെർസിസ്റ്റന്റ്, IEX, എംഫസിസ്, ചോല ഫിനാൻസ്, ഇൻഫി, നെസ്ലെ ഇന്ത്യ, കോൺകർ, TCS, SBI ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തു. ഇന്ന് NSE വ്യാപാരം അവസാനിപ്പിച്ചത് 691 സ്റ്റോക്കുകൾ ലാഭത്തിലും 1,509 സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് NSEയിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ PCR 1.23 ആയിട്ട് കയറി വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ബാക്ക് ടു ബാക്ക് മൂന്നാമത്തെ ദിവസമാണ് ബുള്ളിഷ് മോഡിൽ PCR വന്നിരിക്കുന്നത്. 22,356 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 79 പോയിന്റ് മുകളിലായിട്ട് 22,435 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഫ്യൂച്ചറിന്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 22,400 71 ലക്ഷം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 22,200 97 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. പുട്ടാണ് കൂടുതലായിട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലേഴ്സ് കരുതുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് നമുക്ക് ഇതിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR നോക്കുകയാണെങ്കിൽ 1.19 ആണ് വന്ന് നിൽക്കുന്നത്. 1ന്റെ അപ്പോൾ ബുള്ളിഷ് ആണ്. സോ നോർമലി ബാക്ക് ടു ബാക്ക് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ബുള്ളിഷ് സിഗ്നൽ നമുക്ക് തരുന്നത്. 47,581 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്നും 96 പോയിന്റ് മുകളിലായിട്ട് 47,620 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 48,000 33 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 47,000 41 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. പുട്ടാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പ്രൈസ് മുകളിലോട്ട് കയറി പോകും എന്നാണ്. ഇനി നാളെ വരാനുള്ള പ്രധാനപ്പെട്ട ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ റിസൾട്ട് വരാനുള്ള ആകെ ഒരു പെന്നി സ്റ്റോക്കിൻ്റെതാണ്. ഗോറാണി ഇൻഡസ്ട്രീസ് എന്നൊരു കമ്പനിയുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ ജർമ്മൻ ട്രേഡ് ബാലൻസ്, US ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച്, ഫെഡ് ചെയർ പവൽ ടെസ്റ്റിഫൈസ്, US JOLTS ജോബ് ഓപ്പണിംഗ്സ്, US ക്രൂഡ് ഓയിൽ ഇൻവെന്ററീസ്, US ബീച്ച് ബുക്ക് ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത് വേൾഡ് വൈഡ് ആയിട്ട്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 27,414 രൂപയുടെ അഥവാ 4.57% ഒരു പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത്. 18 ട്രേഡുകളിൽ നിന്നും 1:3.71 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇന്ന് 0.8% പ്രോഫിറ്റ് മാത്രമാണ് കിട്ടിയത്. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ 5.12% പ്രോഫിറ്റ് കിട്ടി. ഫിൻ നിഫ്റ്റിയിൽ 4.3%, മിഡ് ക്യാപ്പിലാണെങ്കിൽ 0.9%, ഓൾമോസ്റ്റ് 1% ലോസ് ആണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിൽ ഇന്ന് 8% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 9.9% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഈ മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെയായിട്ട് 6.11% പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 6.9% ഉണ്ട്, ബാങ്ക് നിഫ്റ്റിയിൽ 7.7% ഉണ്ട്,
ഫിൻ നിഫ്റ്റിയിൽ 13% ഉണ്ട്, മിഡ് ക്യാപ്പിൽ 4.5% ലോസ് ആണ്, സെൻസെക്സിൽ 1.2% പ്രോഫിറ്റാണ്, ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ 12% പ്രോഫിറ്റാണ് ഇതുവരെയും ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്ന് എന്താ പറയുക ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് തന്നത്. യെസ്റ്റർഡേ ലോയിൽ ടച്ച് ചെയ്തു, അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് യെസ്റ്റർഡേ ഹൈയിലേക്ക് തന്നെ പോയി, അവിടെ നിന്ന് പതുക്കെ താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. കൃത്യമായ ഒരു മൂവ്മെൻറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു 12:30 മണിക്ക് 12:30 വന്ന ആ ഒറ്റ ക്യാൻഡലിൽ അരമണിക്കൂർ കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 835 മുതൽ 960 വരെയും കയറിപ്പോയി. എന്തായാലും 125 പോയിന്റ് അരമണിക്കൂർ കൊണ്ട് കയറിപ്പോയി എന്നുള്ള ആ ഒരു ബ്രേക്ക് ഔട്ട് നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം പതുക്കെ ആ കൊടുത്തതൊക്കെ തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. വലിയൊരു മൂവ്മെൻറ്റോ വലിയ കഥകളോ ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് ഇന്ന് കിട്ടിയത്. ഒത്തിരി പേര് പ്രോഫിറ്റിലായിട്ടുണ്ട്. ഇനി ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് 3-ാം ദിവസമാണ് കുരിശ് വരച്ചിട്ട് പോകുന്നത്. ഡോജിയിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഹൈ കട്ട് ചെയ്തിട്ടില്ല, ഇന്നലത്തെ ലോ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ താഴോട്ട് ഇറങ്ങിയതെല്ലാം തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് നല്ല ശക്തമായിട്ട് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. സോ നോക്കാം, നമുക്ക് ഈ മാർക്കറ്റിൽ മുൻവിധി ഇല്ലാതെ ലൈവ് മാർക്കറ്റിൽ ആ സമയത്ത് പോയിട്ട് എന്താണോ കിട്ടുന്നത് അതിനെ ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ അതേ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പ് കുറേ ദിവസമായിട്ട് ഇപ്പോൾ റേഞ്ച് ബൗണ്ടാണ്. ഉറപ്പായിട്ടും ഇവിടെ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റി, അതായത് ഫിനാൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു ഹയർ സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മുകളിലുള്ള വിക്ക് കണ്ടറിയാം. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ റിജക്ഷനായി താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു ഫ്ലാഗിൻ്റെ ഇൻവേഴ്സ് രീതിയിലുള്ള ഒരു ഫ്ലാഗിൻ്റെ ഒരു ഫോർമേഷൻ ഇവിടെ വരുന്നുണ്ട്. നോർമലി നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഈ മാർക്കറ്റിൽ ഒന്നും തന്നെ മുൻവിധി ഇല്ലാതെ മാർക്കറ്റിനെ സമീപിക്കുക. രാവിലെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, മുൻവിധി ഇല്ലാതെ നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കുക. മുൻവിധിയോടുകൂടി മാർക്കറ്റ് ഇന്ന ഡയറക്ഷനിൽ പോകും, ഇന്ന രീതിയിൽ പെർഫോം ചെയ്യും എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു അബദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. ഇനി നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ എക്സ്പയറി ഡേയിലെ ട്രേഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റാസ് ലെവൽസിൻ്റെ ഒരു ട്രെൻഡ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈയും നാളത്തെ ഡേ ഹൈയും സെയിം ആയിരിക്കും എന്ന് പറയുന്നു. നാളത്തെ ഡേ ലോയും ഇന്നത്തെ ഡേ ലോയും സെയിം ആയിരിക്കും എന്ന് പറയുന്നു. അതായത് ഇന്ന് കിട്ടിയ ഒരു മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നാളെയും കിട്ടാനുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് ട്രേഡിംഗ് നടക്കും. അതായത് 47,737ൻ്റെയും 47,216 ഒരു 500 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഒരു റേഞ്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് ട്രേഡിംഗ് നടക്കും എന്നാണ് പറയുന്നത്. ഇനി നോ ട്രേഡ് സോണും CPR തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നോ ട്രേഡ് സോണിൻ്റെ മുകളിൽ അതേ ഗ്യാപ്പിൽ CPR വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് തരാറുള്ളത്. ഇത് രണ്ടും സംഭവിക്കാം. ഒന്നുകിൽ വെരി നാരോ റേഞ്ചിൽ ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് തരും, അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തരും. എന്തായാലും അത് നാളെ തന്നെ നമുക്ക് കണ്ടറിയണം. അങ്ങനെയാണെങ്കിൽ ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നാളെ മാർക്കറ്റ് നമ്മുടെ റേഞ്ചിൻ്റെ ഔട്ട് ഓഫ് റേഞ്ചിൻ്റെ ഒരു ട്രേഡിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം 47,737ൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് അവിടെ നിന്ന് ഫർദർ അപ്രാലി കിട്ടുന്ന രീതിയിലായിരിക്കും പോവുക. അല്ലെങ്കിൽ ഇവിടെ ഗ്യാപ് ഡൗണോ ഇന്നിപ്പോൾ ഈ ഒരു വരവ് കണ്ടിട്ട് നാളെ ഒരു നോ ട്രേഡ് സോണിൽ ഓപ്പൺ ആയിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി പോകാനും സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇവിടെ ഒരു മുൻവിധി ഇല്ലാതെ മാർക്കറ്റിനെ സമീപിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. എന്താണോ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ട്രെൻഡ് അതിനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. മുൻവിധി ഉണ്ടാവുന്നത് കാരണം മാർക്കറ്റ് ഇങ്ങനെ പോകും എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു ഈ ഒരു അവസ്ഥയിൽ മാർക്കറ്റിനെ സമീപിക്കുന്നത് ചിലപ്പോൾ ഒരു അബദ്ധമാവാൻ സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഒരു താഴോട്ടുള്ള യാത്രയാണ് തരുന്നതെങ്കിൽ 47,500 എന്നുള്ള ഈ നോ ട്രേഡ് സോൺ CPR നോ ട്രേഡ് സോണിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതെല്ലാം മാർക്കറ്റ് ശരിക്കും ഫോള് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 47,085 വരെ ഇവിടെ വരെയും മാർക്കറ്റ് ഇറങ്ങി വരാനും സാധ്യതയുണ്ട്. സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മുൻവിധി ഇല്ലാതെ മാർക്കറ്റിൽ എന്താണോ നിങ്ങളുടെ മുന്നിൽ സ്ക്രീനിൽ കാണുന്നത് അതിനെ അനലൈസ് ചെയ്ത് മാർക്കറ്റ് എങ്ങോട്ടാണ് എന്ന് ഉറപ്പിക്കുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. റാസ് ലെവൽസിൻ്റെ സിഗ്നൽസ് തെറ്റിപ്പോകാറില്ല. പക്ഷേ ഇവിടെ മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങും മാർക്കറ്റ് തരുന്ന സിഗ്നൽസും തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നല്ല രീതിയിൽ ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡ് ആയിരിക്കും നാളെ ബാങ്ക് നിഫ്റ്റി തരിക,
അല്ലെങ്കിൽ വെരി നാരോ റേഞ്ചിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് സ്റ്റോപ്പ് ലോസ് അടിച്ചടിച്ച് നമ്മളെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ഈ ഒരു 47,737 മുകളിലായിട്ട് ഒരു ഓപ്പണിങ് അവിടെ നിന്ന് ഫർദർ ഒരു അപ്രാലി കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളത്തെ മാർക്കറ്റ് നമുക്ക് ലൈവായിട്ട് നാളെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ഉള്ള മറുപടി പറയാം. നിഫ്റ്റി എന്താ പറയുക 4-ാം തീയതിയത്തെ വീഡിയോയിൽ കണ്ടിരിക്കുന്നത് 996 ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9,030 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 35 കമൻറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. T100 thank you very much. Thinker bro thank you very much. Abdul Raqiq thank you very much. Sajid Tampuru thank you very much. Nishad Pattepadam thank you very much. Lucas Shibu thank you very much. Reggie M what happened in 63 Moons Tech. ഞാൻ ആ സ്റ്റോക്ക് നോക്കിയിട്ടില്ല, ഞാൻ അത് ഒന്ന് റെഫർ ചെയ്തിട്ട് പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മെൽവിൻ കെ ജോസഫ് താങ്ക് യു വെരി മച്ച്. ഫിറോസ് ബൈ പ്രീ മാർക്കറ്റ് സെഷൻ ജസ്റ്റ് ബുദ്ധിമുട്ടില്ലെങ്കിൽ 3-5 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള വീഡിയോ പോസ്റ്റ് ചെയ്താൽ വലിയ രീതിയിൽ യൂസ് ആവും. കൺസിഡർ യുവർ ഫാമിലി നോട്ട് അഫക്റ്റ് യുവർ പേഴ്സണൽ ലൈഫ്. ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഞാൻ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂവും. കാരണം പേഴ്സണൽ മാറ്റേഴ്സിനേക്കാൾ കൂടുതൽ ഒരു സംഭവം കണ്ടിന്യൂസ്ലി നമ്മൾ ഡെലിവറി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയിൽ ഒരു ദിവസം മിസ്സായിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ട്രേഡേഴ്സിന് അത്രയും ദിവസം പോസിറ്റീവായിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ആ ഒരു മിസ്സാവുന്ന ദിവസം ഭയങ്കരമായിട്ട് അവർക്ക് അത് ബുദ്ധിമുട്ടാകും. അങ്ങനെ ഒരു സംഭവം വരാതിരിക്കണേ എന്ന പ്രാർത്ഥനയായിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ കണ്ടന്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലേവർ ചെയ്തിട്ട് ഇൻട്രാഡേ ട്രേഡേഴ്സിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രീ മാർക്കറ്റ് സെഷനാക്കി മാറ്റാം. Then Prolific DC sir, your post market analysis is one of the best comprehensive summaries I have come across any Indian channels. Thank you very much for the compliment. Because I watch top Hindi and Tamil channels also, I haven't come across anyone who summarized so well like you. Thank you very much. Thank you for doing it. Will you be able to do a pre-market analysis also? Sure brother, I'm trying to do that, but the problem is that the consistency will be a challenge for me because as a family man, every day in the morning and collect the data and deliver it. Sometimes I'm afraid maybe there will be a break in between. So that's the only reason why I don't start so far. But soon I will do it. Yeah. റാഫി MKD ട്രേഡേഴ്സിന് വേണ്ട ഡിസിപ്ലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം ബ്രദർ, എന്താ കുഴപ്പം. താങ്ക് യു വെരി മച്ച്. ഈ പോയിന്റ് ഞാൻ നോട്ട് ചെയ്തിട്ടാണ് ട്രേഡേഴ്സിൻ്റെ ഡിസിപ്ലിൻ. ഓക്കെ, അഖിൽ എൻ ബാങ്ക് നിഫ്റ്റി CE തന്നെ അല്ലേ ദിസ് വീക്ക് PE പ്രതീക്ഷിക്കണ്ടല്ലോ? എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ഒരു CE സൈഡിലേക്ക് തന്നെയാണ് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നൗഷാദ് പുതിയ പറമ്പൻ സെൻസെക്സ് നാളെ 200 പോയിന്റ് ഡൗൺ ചാൻസ്. ഇന്ന് സെൻസെക്സ് 200 പോയിന്റ് താഴോട്ട് പോയില്ലല്ലോ നൗഷാദ് ബൈ. അജീഷ് CK ഹായ് സർ, IDFC 90 CE സ്റ്റാറ്റസ് ഒന്ന് പറയാമോ? ബ്രദർ സമയം കഴിഞ്ഞു പോയി. എന്തായാലും ഇങ്ങനെ ഒരു പബ്ലിക്സ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇങ്ങനെയുള്ള സ്റ്റോക്ക് സജഷനോ പ്രൈസിൻ്റെ കമ്പാരിസണോ ഒന്നും ചെയ്യാൻ നിൽക്കില്ല എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഒന്ന് കൺസിഡർ ചെയ്യാൻ. നൗഷാദ് പുതിയ പറമ്പൻ നാളെ ബിഗ് ഫോൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഓഫ് കോഴ്സ് ഇന്ന് ബിഗ് ഫോൾ ഉണ്ടായിട്ടില്ല ബ്രദർ. സന്തോഷ് ഗൾഫ് ഗേറ്റ് 2100 ഇദ്ദേഹം എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗിഫ്റ്റ് നിഫ്റ്റി റെഡ് ആണ്. ഓക്കെ, അത് ആ സമയത്തേക്ക് റെഡ് ആയിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഏകദേശം 45 മിനിറ്റ്സിൻ്റെ ഒരു ടൈം ലാഗ് അവിടെ ഉണ്ടാവും. കാരണം റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു സമയത്തേക്ക് 7 o'clock ആണ് US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 7:30 ആകുമ്പോഴത്തേനും ഡാറ്റയെല്ലാം കളക്ട് റെഡിയാവും. 8:10 8:15 ആകുമ്പോഴത്തേനും എന്താ പറയുക റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എത്ര പെട്ടെന്ന് അത് റെഡിയായി കിട്ടുന്നോ അതിനനുസരിച്ചാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റുകളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ചോദ്യങ്ങളായിക്കോട്ടെ, സംശയങ്ങളായിക്കോട്ടെ, എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ ഡെലിവർ ചെയ്യാൻ ഞാൻ എന്താ പറയുക ഫുള്ളി റെഡിയാണ്. പക്ഷേ സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്ക് വാങ്ങാം, ഈ സ്റ്റോക്കിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ കുറിച്ച് നല്ലതാണോ മോശമാണോ ഇങ്ങനെയൊന്നും ഞാൻ പറയാൻ നിൽക്കില്ല. ദയവായിട്ട് അതിൽ എന്നെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് 99% എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഡെലിവർ ചെയ്യാൻ തയ്യാറാണ്. സോ ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതേവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.